ഈരാറ്റുപേട്ടയെ പറ്റി ഞാൻ മിനി താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഫൈൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം SP പറയുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറയുന്നത് ഞാൻ ഇന്ത്യക്ക് പുറത്താണ്. മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോയി. ഈ കോട്ടയം SP ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഫോൺ ചെയ്താൽ ഞാൻ പറയുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ ഇന്ത്യക്കകത്തുണ്ട്, ഈ 2 ഫോണും ഓണാണ്, എൻ്റെ നമ്പരും തരാം. ഞാൻ എവിടെയും വിട്ടുപോയിട്ടൊന്നുമില്ല, ഞാൻ ജീവിതത്തിൽ അങ്ങനെ പോകില്ല. തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കരുത്. നിങ്ങൾ നാളെ വിളിച്ചാൽ നാളെ വരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ നോട്ടീസ് എനിക്ക് സെർവ് ചെയ്തിട്ടില്ല, ഇപ്പോഴും എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത് പ്ലീസ്. ആസ് എ ജെന്റിൽമാൻ, ഒരു SP എന്ന് പറയുന്നത് അത് ഒരു ജില്ലയുടെ പോലീസിൻ്റെ അധിപനാണ്. ഞാൻ എവിടെ പോകുമെന്നാണ് താങ്കൾ? ഞാൻ എവിടെയും പുറത്തില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട്. അതായത് അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങി പോകുന്നു. ഏകദേശം 1.5 മാസമായിട്ട് ഞാൻ ഇന്ത്യയിലുണ്ട്. ഡൽഹി, ബാംഗ്ലൂർ, ചില സിറ്റികളിൽ പോകും എൻ്റെ ഒഫീഷ്യൽ കാര്യത്തിന്. അപ്പോഴും ഞാൻ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ 5-6 മണിക്കൂർ ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ എത്താം, നിങ്ങൾ ഈ പറയുന്നിടത്ത്. അതുകൊണ്ട് തെറ്റായ വിവരം കൊടുക്കരുത്. ഞാൻ ഇന്ത്യയിലുണ്ട്, പൂർണ്ണമായിട്ടും ഇന്ത്യയിലുണ്ട്. എൻ്റെ 2 ഫോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ഒരു സുഡാപ്പി പത്രം മാധ്യമം, അവർ ഞാൻ ഇന്ത്യ വിട്ടുപോയി. ഞാൻ നിങ്ങളെപ്പോലെ അല്ല, കോഴിക്കോടുള്ള അവിടെ ആ സാധനമല്ല നിങ്ങൾ കാണുന്ന ആളല്ല. ഞാൻ ഇത് പൊങ്ങച്ചവടിക്കുമല്ല. എനിക്ക് നിങ്ങളെ ഈ കാര്യത്തിൽ പേടിയില്ല. കാരണം ഞാൻ ഇന്ത്യയുടെ നിയമം, ഫ്രീഡം ഓഫ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതിനെൻ്റെ പോലീസ് ഡോക്യുമെന്റ്സ് ആണ് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ്. അല്ലെങ്കിൽ പോലീസ് ആദ്യം ഈ കേസ് എടുക്കേണ്ടത് ഈ പഴയ കോട്ടയം SP കാർത്തികിനെതിരെ. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത എരുമേലി പോലീസ്, അതേപോലെ അച്ഛനെ സ്കൂളുമായിട്ട് പള്ളിയിൽ കയറി അറ്റാക്ക്, അവർക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കും, പക്ഷെ തെറ്റായ വാർത്ത കൊടുക്കരുത്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറഞ്ഞു ഞാൻ പുറത്തല്ല, ഞാൻ ഇന്ത്യയിലുണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ എവിടെയും പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ അസൈൻമെൻറ്റ് തുടങ്ങുന്നത് 2-3 മാസം കഴിഞ്ഞ ശേഷമാണ്. ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സുഡാപ്പി പത്രങ്ങൾ അവനൊക്കെ ആഘോഷിക്കും. ഞാൻ പേടിക്കുന്ന ഒരാളല്ല ലൈഫിൽ. എപ്പോഴും എൻ്റെ രീതിയിൽ ഞാൻ ഈ റിസർച്ചും പരിപാടി, എൻ്റെ ജേർണലിസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുമായിട്ട് ഞാൻ പറഞ്ഞു, അപ്പെക്സ് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകാൻ തയ്യാറാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് കൃത്യമായിട്ട് അങ്ങ് പറയാം. അല്ല, ഞാൻ ഭയം നിന്നും പോകുന്ന ഒരാളല്ല. ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പോലീസും കോർട്ടും എവിടെ ചോദിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ്. എനിക്ക് ഏറ്റത്ത് യാതൊരു ഭയവുമില്ല, 1% പോലും ഭയമില്ല. നിങ്ങൾ എന്നെ റിമാൻഡ് ചെയ്താൽ പോലും എനിക്ക് ഭയമില്ല. കാരണം എത്രയോടത്ത് ഞാൻ ജയിലിൽ കിടന്ന്, ഇപ്പം ഇതേപോലുള്ള കേസാണെങ്കിൽ ഇപ്പോൾ 100 കേസ്, 101ാമത്തെ കേസ്, ആ ഒരു രീതിയിലേ ഞാൻ കാണുന്നുള്ളൂ. കാരണം എനിക്കിതുമായിട്ട് 1% പോലും എനിക്കിത് യാതൊന്നുമില്ല. കാരണം ഒരു പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ നിന്ന് ഇലക്ഷൻ റിപ്പോർട്ടിങ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇമിഗ്രേഷൻ എന്നെ തടഞ്ഞു നിർത്തി, എന്നെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തു. പിന്നീട് അവർ തന്നെ, കൽക്കട്ട പോലീസ് തന്നെ, അവർ തന്നെ ഫാക്സ് കൊടുത്ത് ഡീറ്റെയിൻ ചെയ്യേണ്ട പിറക്കി വിട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഗൂഗിളുമായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. അപ്പം അതുകൊണ്ട് എനിക്കിതിനകത്ത് യാതൊരു ഭയമില്ല. ഞാൻ ഇന്ത്യ വിട്ടു പോകത്തില്ല, ഒരു കാരണവശാലും പോകത്തില്ല. ഇങ്ങനെ കേസുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസ് കണ്ടസ്റ്റ് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് കോർട്ടിൽ പോവും, പോലീസ് സ്റ്റേഷനിൽ പോവും. നിങ്ങളുടെ അന്വേഷണവുമായിട്ട് പരിപൂർണമായിട്ട് സഹകരിക്കാം. ഇന്ന് വരെ ഞാൻ അബ്സ്കൗണ്ടിങ്, എന്നെ കാണാനില്ല, ഇന്റർപോൾ ഇങ്ങനെ നിങ്ങൾ എവിടെങ്കിലും നോക്ക്, എന്നെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതേപോലെ സുഡാപ്പി മാധ്യമപത്രം, ആദ്യം നിങ്ങളെപ്പോലല്ല ഞാൻ, അതാദ്യം അങ്ങ് മനസ്സിലാക്കുക.
കാരണം എനിക്കങ്ങനെ പേടിച്ചു പോയിട്ട് ആവശ്യമില്ല. ഞാനൊരു ഇന്ത്യൻ സിറ്റിസണാണ്, പൂർണ്ണമായിട്ട് ഇന്ത്യക്കാരൻ. എനിക്ക് ആരെയും ഭയമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇസ്ലാമിക ലോകം ഉണ്ടാക്കാനും ഇന്ത്യ ഇസ്ലാമിക ലോകം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരാളുമല്ല ഞാൻ. എൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഞാൻ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, അതിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നു. പോലീസിന് പൂർണ്ണ അധികാരമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് സഹകരിക്കും. എന്നെ നോട്ടീസ് അയച്ചോ ഫോണിലോ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഞാൻ അവിടെ വരാൻ തയ്യാറാണ്. നിങ്ങൾ ഈ പറയുന്നത് അതായത് ഇതേപോലെ നോൺസെൻസ് ആയിട്ടുള്ള സംഭവം ഇവിടുത്തെ പോലീസ് അധികാരികൾ, സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഈ പറയുന്ന പത്രങ്ങൾക്ക് കൊടുക്കുന്ന തെറ്റാണ്. തെറ്റ് തന്നെയാണ്. കാരണം ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇന്ത്യയിലുണ്ട്, ചിലപ്പോൾ ബാംഗ്ലൂരുണ്ട്, ചിലപ്പോൾ ഡൽഹിയിലുണ്ട്. നിങ്ങൾ എന്നെ വിളിച്ചാലും മതി, ഞാൻ വരാം. വളരെ സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഓൾ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.